എല്ലാവർക്കും സ്വാഗതം. ഞാൻ റൂത്ത് ജോൺസൺ. നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു പഠിക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പ്രത്യേകതരം പ്രയോഗമാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ പറയത്തില്ലേ, എൻ്റെ അനിയത്തി ഡോക്ടറില്ലേ, അവളായിവള്. അതായത് ആരാണോ ഡോക്ടർ അവൾ. അതുപോലെ ചിലപ്പോൾ നമ്മൾ പറയും ആരെയാണോ അവരെ, ആരുടെയാണോ അവർ, ഏതാണോ അത്, എന്താണോ അത്. ഇങ്ങനെയൊക്കെ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നത്? അതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഗ്രാമറിൻ്റെ ഭാഷയിൽ പറഞ്ഞുണ്ടല്ലോ, ഇതിന് റിലേറ്റീവ് പ്രൊനൗൺ എന്നാണ് പറയുന്നത്. നമുക്ക് ഈ പേരൊന്നും അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ആരെങ്കിലും PSC ടെസ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ ഉദ്ദേശിച്ച് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പഠിക്കുന്നതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്കെന്താ പ്രയോജനം? പ്രയോജനമുണ്ട്. ഒരു കാര്യം 2-3 സെൻറ്റൻസിൽ പറയുന്നതിന് പകരം ഒറ്റ സെൻറ്റൻസ് നമുക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റും. ഉദാഹരണത്തിന്, എനിക്കൊരു അനിയത്തിയുണ്ട്, അവൾ ഡോക്ടറാണ്. ഇത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഐ ഹാവ് എ സിസ്റ്റർ, ഷീ ഈസ് എ ഡോക്ടർ. എങ്ങനെ പറയാം? ഐ ഹാവ് എ സിസ്റ്റർ, ഷീ ഈസ് എ ഡോക്ടർ. ഇതുണ്ടല്ലോ ഒറ്റ വാചകത്തിലും പറയാൻ പറ്റും. ഐ ഹാവ് എ സിസ്റ്റർ ഹൂ ഈസ് എ ഡോക്ടർ. എനിക്ക് ഡോക്ടറായിട്ടുള്ള ഒരു സഹോദരിയുണ്ട്. അപ്പോൾ ഈ 2 സെൻറ്റൻസിൻ്റെയും ബന്ധം വ്യക്തമാക്കുന്ന വാക്കാണ് ഇവിടെ ഹൂ. ഇങ്ങനെയുള്ള ആ വാക്കുകൾക്കാണ് റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഹൂ ഇവിടെ സൂചിപ്പിക്കുന്ന ആരെയാ? എൻ്റെ സിസ്റ്ററിനെയാണ്. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ പറയും? ഐ ഹാവ് എ സിസ്റ്റർ ഹൂ ഈസ് എ ഡോക്ടർ. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഹൂ വ്യക്തികളെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. The people who work in your office are nice. The people who work in your office are nice. നിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകൾ നല്ലവരാ. ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് 2 സെൻറ്റൻസ് വേറെ പറയേണ്ടി വന്നേനെയായിരുന്നു. Many people work in your office. They are nice. പക്ഷെ അതൊന്നും വേണ്ടാതെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് നമ്മൾ എങ്ങനെ പറഞ്ഞത്? ദ പീപ്പിൾ ഹൂ വർക്ക് ഇൻ യുവർ ഓഫീസ് ആർ നൈസ്. ഏതാളുകളാണോ നിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നത് അവർ നല്ലവരാണ്. ആരാണോ അവർ. കണ്ടില്ലേ? വീണ്ടും ഹൂ. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഐ മെറ്റ് നാൻസി ഹും യു ഇൻവൈറ്റഡ്. നീ ക്ഷണിച്ച നാൻസിയെ ഞാൻ കണ്ടുമുട്ടി. ഇവിടെ ആരെയാണോ നീ ക്ഷണിച്ചത് അവരെ ഞാൻ കണ്ടുമുട്ടി. അവരാണ് നാൻസി. അപ്പം ആരെയാണോ അവർ എന്നൊക്കെ പറയാനായിട്ട് ഉപയോഗിക്കുന്ന ആ വേർഡാണ് ഹും. ഇവിടെയും വ്യക്തിയല്ലേ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ദിസ് ഈസ് ദ ഗേൾ ഹും ഓൾ പ്രേസ്. എല്ലാവരും പ്രശംസിക്കുന്ന ആ പെൺകുട്ടി ഇവളാണ്. കണ്ടില്ലേ? ആരെയാണോ എല്ലാവരും പ്രശംസിക്കുന്നത് അത് ഈ കുട്ടിയാണ്, ഹും. ഇത് പക്ഷേ ഗ്രാമറിൻ്റെ ഭാഷയിലാണ് ഇവിടെ ഹും എന്ന് വന്നിരിക്കുന്നത്. പക്ഷേ മോഡേൺ ഇംഗ്ലീഷിൽ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഹുമ്മിന് പകരം ഹൂ തന്നെ ചേർക്കാറുണ്ട് സ്പീക്കിങ്ങിൽ. പക്ഷേ ഗ്രാമർ ടെസ്റ്റ് കൊടുക്കുമ്പോൾ ഹുമ്മിന് ഹും തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിങ്ങിന് ഹൂ എന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ വ്യത്യാസം മനസ്സിലായോ? ഗ്രാമറിൻ്റെ ഭാഷയിൽ ആരാണോ അവർ എന്ന് പറയാനായിട്ട് ഹൂ, ആരെയാണോ അവർ എന്ന് പറയാനായിട്ട് ഹും. ഇത്രയും മനസ്സിലായല്ലോ. അപ്പം ആളുകളെ പറ്റി പറയാനായിട്ടുള്ള 2 റിലേറ്റീവ് പ്രൊനൗൺ നമ്മളിപ്പോൾ പഠിച്ചു, ഹൂവും ഹുമ്മും. ഇനി മറ്റൊന്ന് നോക്കാം. ഐ ഹാവ് എ ഫ്രണ്ട് ഹൂസ് പേരൻസ് ആർ ഡോക്ടേഴ്സ്. തൻ്റെ മാതാപിതാക്കൾ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ഒരു സുഹൃത്ത് എനിക്കുണ്ട്. ഐ ഹാവ് എ ഫ്രണ്ട് ഹൂസ് പേരൻസ് ആർ ഡോക്ടേഴ്സ്. ആരുടെയാണോ മാതാപിതാക്കൾ ഡോക്ടേഴ്സ് ആ സുഹൃത്തിനെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം ആരുടെയാണോ എന്ന് പറയുന്നതിനാണ് ഹൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും വ്യക്തിയുടെ കാര്യത്തിലാണല്ലോ നമ്മളിപ്പോൾ ഉപയോഗിച്ചത്. ഇനി വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം അതിൻ്റെ തന്നെ. ദിസ് ഈസ് ദ ബോയ് ഹൂസ് ഫാദർ വർക്ക്സ് ഇൻ എ ബാങ്ക്. തൻ്റെ അച്ഛൻ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആ പയ്യൻ ഇവനാണ്. ആരുടെ അച്ഛനാണോ ബാങ്കിൽ ജോലി ചെയ്യുന്നത് ആ പയ്യൻ, ഹൂസ്.
ദിസ് ഈസ് ദ ബോയ് ഹൂസ് ഫാദർ വർക്ക്സ് ഇൻ എ ബാങ്ക്. അപ്പം ഹൂസിൽ നമ്മൾ വ്യക്തികളുടെ കാര്യം കണ്ടു. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയും പറയും, ഐ ഹാവ് എ ക്യാറ്റ് ഹൂസ് നെയിം ഈസ് കോപ്പർ. തൻ്റെ പേര് കോപ്പർ എന്നുള്ള ഒരു പൂച്ച എനിക്കുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മൃഗത്തെ സൂചിപ്പിക്കാനായിട്ട് ഹൂസ് ഉപയോഗിച്ചു. ജപ്പാൻ whose population is over 100 million is an island country. Japan, whose population is over 100 million, is an island country. തങ്ങളുടെ ജനസംഖ്യ 100 മില്യൺ കഴിഞ്ഞിരിക്കുന്ന ജപ്പാൻ ഒരു ദ്വീപ് രാഷ്ട്രമാണ്. ഇവിടെ ഹൂസ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ജപ്പാൻ്റെ കാര്യത്തെ പറ്റിയാണ്. അപ്പോൾ ഹൂസ് പ്രധാനമായിട്ടും വ്യക്തികൾക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചില സന്ദർഭങ്ങളിൽ മൃഗങ്ങൾ, വസ്തുക്കൾ, രാജ്യങ്ങൾ, നദികൾ ഇവയ്ക്കൊക്കെയായിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇനി മറ്റൊന്ന് കാണാം. ദ ബുക്ക് വിച്ച് യു ബോട്ട് ഈസ് ഹെൽപ്ഫുൾ. നീ വാങ്ങിച്ച ആ ബുക്ക് സഹായകരമാണ്. ദ ബുക്ക് വിച്ച് യു ബോട്ട് ഈസ് ഹെൽപ്ഫുൾ. ഏത് ബുക്കാണോ നീ വാങ്ങിച്ചത് അത്, ഏതാണോ അത് എന്ന് സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിച്ച വാക്ക് ഏതാ ഇവിടെ? വിച്ച്. ഇവിടെ നമ്മൾ ബുക്കിനെ പറ്റിയാണ് സൂചിപ്പിച്ചത് അല്ലേ? അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ പറയാം? ദ ബുക്ക് വിച്ച് യു ബോട്ട് ഈസ് ഹെൽപ്ഫുൾ. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദ ഫ്ലവേഴ്സ് വിച്ച് ഗ്രോ ഇൻ ദിസ് ഗാർഡൻ ആർ നോട്ട് ഫോർ സെയിൽ. ഈ ഗാർഡനിൽ വളരുന്ന പൂക്കൾ വിൽപ്പനയ്ക്കുള്ളതല്ല. ഏത് പൂക്കളാണോ ഈ ഗാർഡനിൽ വളരുന്നത്, ഏതാണോ അത് അല്ലെങ്കിൽ അവ, എന്താണ് യൂസ് ചെയ്തത്? വിച്ച്. എങ്ങനെ പറയും? ദ ഫ്ലവേഴ്സ് വിച്ച് ഗ്രോ ഇൻ ദിസ് ഗാർഡൻ ആർ നോട്ട് ഫോർ സെയിൽ. ദ ഫ്ലവേഴ്സ് വിച്ച് ഗ്രോ ഇൻ ദിസ് ഗാർഡൻ ആർ നോട്ട് ഫോർ സെയിൽ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. വസ്തുക്കൾക്കും മൃഗങ്ങൾക്കും പൂക്കൾക്കും ഒക്കെ നമ്മൾ വിച്ച് യൂസ് ചെയ്യും. മനുഷ്യർ വന്നോ? ഇല്ല. ഇനി മനുഷ്യർക്കും മൃഗങ്ങൾക്കും വസ്തുക്കൾക്കും ഒക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ് ദാറ്റ്. സുനിത ഇസ് എ ഹാർഡ് വർക്കിംഗ് വുമൻ ഹൂ ലിവ്സ് നെക്സ്റ്റ് ഡോർ. സുനിത അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ഒരു കഠിനാധ്വാനിയായ സ്ത്രീയാണ്. ഇവിടെ ഹൂ വന്നിട്ടുണ്ട്. സംശയമില്ലല്ലോ, സുനിതയെ പറ്റിയാകുമ്പോൾ ഹൂ ആണെന്ന് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്. ഇനി അതിന് പകരം ദാറ്റും പറയാൻ പറ്റും. സുനിത ഇസ് എ ഹാർഡ് വർക്കിംഗ് വുമൻ ദാറ്റ് ലിവ്സ് നെക്സ്റ്റ് ഡോർ. എങ്ങനെ പറയാം? സുനിത ഇസ് എ ഹാർഡ് വർക്കിംഗ് വുമൻ ദാറ്റ് ലിവ്സ് നെക്സ്റ്റ് ഡോർ. ജോൺ ഇസ് എ ഗുഡ് ഗായ് ദാറ്റ് ഐ ക്യാൻ ട്രസ്റ്റ്. ജോൺ ഒരു നല്ല മനുഷ്യനാണ്, അയാളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റും അല്ലേ? അപ്പം ആരെയാണോ അയാൾ, അപ്പം ആരെയാണോ എന്ന് പറയുന്നതിന് നമ്മൾ ഹും നേരത്തെ കണ്ടതാണ്. അപ്പം ഇവിടെ നമുക്ക് ഹും യൂസ് ചെയ്യാം, ദാറ്റും യൂസ് ചെയ്യാം. ഞാനിവിടെ നിങ്ങൾക്ക് ദാറ്റ് പറഞ്ഞിരുന്നുകൊണ്ട് ഞാനിവിടെ ദാറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ജോൺ ഇസ് എ ഗുഡ് ഗായ് ദാറ്റ് ഐ ക്യാൻ ട്രസ്റ്റ്. ഐ സോ എ മൂവി ലാസ്റ്റ് നൈറ്റ് ദാറ്റ് മെയ്ഡ് മീ ക്രൈ. ഞാൻ കഴിഞ്ഞ രാത്രി എന്നെ കരയിപ്പിച്ച ഒരു മൂവി കണ്ടു. ഇവിടെ മൂവി അല്ലേ, അപ്പം നമുക്ക് വിച്ച് യൂസ് ചെയ്യാമായിരുന്നു. പക്ഷെ ഞാനിവിടെ ദാറ്റാണ് യൂസ് ചെയ്തത്. അപ്പോൾ വിച്ചും യൂസ് ചെയ്യാം, ദാറ്റും യൂസ് ചെയ്യാം. അപ്പം നമ്മൾ കണ്ടു ഹൂ, ഹും, വിച്ച്. ഇതിനൊക്കെ പകരമായിട്ട് ദാറ്റ് പലപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിക്കാൻ പറ്റത്തില്ല. ദാറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചും ടെസ്റ്റ് എഴുതുന്നവർ ശ്രദ്ധിച്ചോണേ. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിലാണ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഉദാഹരണത്തിന് ദ മാൻ ആൻഡ് ഹിസ് ബുക്ക്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിച്ച് യൂസ് ചെയ്യുമോ ഹൂ യൂസ് ചെയ്യുമോ? മാൻ ആണെങ്കിൽ ഹൂ യൂസ് ചെയ്യാമായിരുന്നു, പക്ഷേ എൻ്റെ മാൻ ആൻഡ് ഹിസ് ബുക്കും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഹൂ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബുക്കിനായിരുന്നെങ്കിൽ എനിക്ക് വിച്ച് യൂസ് ചെയ്യാമായിരുന്നു, പക്ഷേ ഇവിടെ ദ മാനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വിച്ച് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ വന്ന സ്ഥിതിക്ക് ദാറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള വേർഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന് പകരം അതിൻ്റെ കൂടെ നമുക്ക് ദാറ്റ് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. നോ, നത്തിങ്, നൺ, ദ ഓൺലി, ദ സെയിം, എവറിത്തിങ്, ദ ഫ്യൂ, ഓൾ, എനി, ദ ലിറ്റിൽ, മച്ച്. ഇതിലേതെങ്കിലും വന്നാൽ ഹൂ ആണോ വിച്ച് ആണോ ദാറ്റ് ആണോ എന്ന് കൺഫ്യൂഷൻ വേണ്ട, ദാറ്റ് മാത്രമേ വരുള്ളൂ.
ദിസ് ഈസ് ദ ഓൺലി മെഡിസിൻ ദാറ്റ് ക്യാൻ സേവ് ഹിം. ഇത് അയാളെ രക്ഷിക്കാൻ പറ്റുന്ന ആകെയുള്ള ഒരു മെഡിസിനാണ്. ദിസ് ഈസ് ദ ഓൺലി മെഡിസിൻ ദാറ്റ് ക്യാൻ സേവ് ഹിം. കണ്ടില്ലേ, ദ ഓൺലിയുടെ കൂടെ ദാറ്റ് വന്നു. അതുപോലെ ഏറ്റവും വലുത്, ഏറ്റവും ചെറുത് എന്നൊക്കെ പറയാൻ നമ്മൾ ബിഗ് എന്നല്ല ദ ബിഗ്ഗസ്റ്റ്, സ്മോൾ എന്നല്ല ദ സ്മോളസ്റ്റ് എന്ന് പറയും. ഇതിനാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ എന്ത് വന്നാലും അപ്പോഴും ദാറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ ടോളസ്റ്റ് ബിൽഡിംഗ് ദാറ്റ് ഐ ഹാവ് എവർ സീൻ. ഞാൻ ഇത്രയും കാലം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും പൊക്കം കൂടിയ ബിൽഡിങ് ഇതാണ്. ദ ടോളസ്റ്റിൻ്റെ കൂടെ ദാറ്റ് വന്നു. ദിസ് ഈസ് ദ ടോളസ്റ്റ് ബിൽഡിംഗ് ദാറ്റ് ഐ ഹാവ് എവർ സീൻ. ഇനി ഒരു കാര്യം കൂടെ നോക്കിയാൽ മതി. വാട്ട് ഒന്ന് നോക്കിക്കേ. ഹീ ഫൗണ്ട് വാട്ട് ഹി വാസ് ലുക്കിംഗ് ഫോർ. അവൻ തിരഞ്ഞുകൊണ്ടിരുന്നത് അവന് കണ്ടുകിട്ടി. എന്താണോ തിരഞ്ഞുകൊണ്ടിരുന്നത് അവന് കിട്ടി. അപ്പോൾ ഇവിടെ വന്നത് വാട്ടാണ്. എന്താണോ അത് എന്ന് പറയാൻ വാട്ട് യൂസ് ചെയ്തു. അപ്പം അത് ചിലപ്പോൾ ഒരു സാധനമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയ ആയിരിക്കും, നമുക്കത് വ്യക്തമല്ല. പക്ഷെ എന്താണോ അത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, വ്യക്തമായ ഒരു കാര്യമാണെങ്കിൽ അവിടെ വാട്ട് വരത്തില്ല. അപ്പോൾ ഈ സെൻറ്റൻസ് ശരിയാണോ എന്നൊന്ന് നോക്കിക്കേ. യു ക്യാൻ ടേക്ക് ദ ബുക്ക് വാട്ട് യു ലൈക്ക് എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? അല്ല. കാരണം നിങ്ങൾക്ക് ഏത് ബുക്കാണോ വേണ്ടത് അതെടുത്തോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ബുക്കിനെ പറ്റിയാണെന്നുള്ളത് വ്യക്തമാണല്ലോ. അപ്പോൾ പറയാം, യു ക്യാൻ ടേക്ക് ദ ബുക്ക് വിച്ച് യു ലൈക്ക്, അല്ലെങ്കിൽ യു ക്യാൻ ടേക്ക് ദ ബുക്ക് ദാറ്റ് യു ലൈക്ക്. വാട്ട് വരത്തില്ല. ഇനി വാട്ട് വരണമെന്നായിരുന്നെങ്കിൽ നമുക്കിങ്ങനെയായിരുന്നു പറയേണ്ടിയിരുന്നത്, യു ക്യാൻ ടേക്ക് വാട്ട് യു ലൈക്ക്. അപ്പോൾ അവിടെ ബുക്ക് വരത്തില്ലായിരുന്നു. ക്ലിയർ ആയല്ലോ? ഇനി നിങ്ങളോടൊരു ചോദ്യം. യു ഹാവ് ആസ്ക്ഡ് ദ സെയിം ക്വസ്റ്റ്യൻ ഡാഷ് ഹീ ആസ്ക്ഡ്. അവൻ എന്നോട് ചോദിച്ച അതേ ചോദ്യമാണ് നിങ്ങളും എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ വിച്ച് വരുമോ ദാറ്റ് വരുമോ? യു ഹാവ് ആസ്ക്ഡ് ദ സെയിം ക്വസ്റ്റ്യൻ ഡാഷ് ഹീ ആസ്ക്ഡ്. ക്ലൂ പറയാം, ഇവിടെ സെയിം എന്നുള്ള വേർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് കമൻറ്റിൽ ഇടുമല്ലോ. അവസാനമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫ്രേസ് പറയാം. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. കണ്ടോ, ഓൾ വന്നു, അപ്പം ദാറ്റും വന്നു. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. മിന്നുന്നതെല്ലാം പൊന്നല്ല. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. ഇതുപോലെ നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ക്ലാസ്. സീ യു അഗെയിൻ ആൻഡ് please stay safe.